Welcome to our new podcast, Career Compass. This is Prajesh Pulparmil. This is me, Nitin. This is me, Ajay. This is me, Akshaya. This is Michinu. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നമ്മളുടെ സ്റ്റുഡൻസ്, നമ്മളുടെ എസ്പെഷ്യലി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതായിട്ടൊരു ട്രെൻഡ് റീസെന്റ് നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കുന്നതിനും അല്ലെങ്കിൽ ഒരു ബെറ്റർ സ്റ്റഡി അല്ലെങ്കിൽ ഒരു കൾച്ചർ ട്രാൻസിഷനൊക്കെ വേണ്ടി വിദേശ രാജ്യത്തേക്ക് പോകുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതിനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഹോസ്റ്റുകൾ എല്ലാവരും ഇന്ന് ഇവിടെ പ്രിപ്പയർ ആയി നിൽക്കുന്നത്. എല്ലാവർക്കും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അവർക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള വിഷയങ്ങളുണ്ട്. അവരുടെ റിലേറ്റീവ്സ് പലരും പോയിട്ടുണ്ട്, പലരുടെ ഫ്രണ്ട്സ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ കാനഡ എന്ന് പറയുന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്റ്റുഡൻസ് പോവാൻ പ്രിഫർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും കാനഡയ്ക്ക് പോകുന്നത്? കാനഡയാണോ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടുന്ന രാജ്യം? അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇതൊക്കെ അഡ്രസ് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും ഇന്നത്തെ. അപ്പോൾ എന്തായാലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് അക്ഷയ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോ നമ്മളുടെ കുട്ടികളൊക്കെ 10th റിസൾട്ടും 12th റിസൾട്ട് ഒക്കെ വന്ന് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ കൂടുതലും കൺഫ്യൂസ്ഡ് ആണ് ഏതൊരു കോഴ്സിന് പോകണം, എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണമാണെങ്കിലും വളരെയധികം കൂടിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ അല്ല. പണ്ടൊക്കെ ആളുകൾക്ക് പുറത്തേക്ക് പോകാനാണെങ്കിൽ അതിനുള്ള ഒരു സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും. പക്ഷേ ഇന്നതല്ല. ഇന്ന് ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഏജൻസീസ് ആണെങ്കിലും അതുപോലെ അക്ഷയ്, അങ്ങനെ നല്ലൊരു ഏജൻസി അല്ലെങ്കിൽ നല്ലൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് സജസ്റ്റ് ചെയ്യാമോ പിള്ളേർക്ക് പുറത്തു പോകാനായിട്ട്? നമ്മൾക്കിപ്പോ സ്റ്റുഡൻസിന് എല്ലാ ഒരു സപ്പോർട്ടും തരുന്ന രീതി ഒരു ഏജൻസി പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോയ്സിനെ പറ്റി പറയാം. ചോയ്സ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി ആണ് ചോയ്സ് ഇന്റർനാഷണൽ. നമ്മൾക്ക് എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എന്റെ കുറെ ഫ്രണ്ട്സും അതുപോലെ എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന വേറെ ഒരുപാട് കുട്ടികൾ ചോയ്സിലെ കൺസൾട്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. കാനഡ പോലുള്ള ഒരുപാട് കൺട്രീസിൽ പോയിട്ടുണ്ട്, UK, സ്വിറ്റ്സർലൻഡ് അതുപോലെ. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇവിടെ നിന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു അസിസ്റ്റൻസ് എപ്പോഴും അവർ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു അസിസ്റ്റൻസ് കാരണമാണ് അവരത്രയും ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ട് കാരണം. അല്ല, എനിക്ക് തോന്നുന്നു അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. കാരണം ഇന്ന് ഈ വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് സെറ്റർ ആയി മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് കൂണുകൾ പോലെ ഒരുപാട് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസികൾ, ഏജൻസികളൊക്കെ നമ്മളുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് ചോയ്സ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു ഏജൻസിയെ അക്ഷയ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഉത്തരവാണ് ശരിക്കും അവരുടെ ഒരു പോസ്റ്റ് ഇമിഗ്രേഷൻ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അക്ഷയ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പം റിസൾട്ട് ഒക്കെ +2 10th റിസൾട്ട് ഒക്കെ വന്ന സമയമാണല്ലോ. അപ്പം അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സജഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റിയും കോളേജും പബ്ലിക് യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റും അങ്ങനെയായിട്ട് നിരവധി കോളേജും യൂണിവേഴ്സിറ്റിയും എല്ലാം കാനഡയിലുണ്ട്. അപ്പം പിള്ളേര് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു സജഷൻ അക്ഷയുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? കോഴ്സോ അല്ലെങ്കിൽ കോളേജോ യൂണിവേഴ്സിറ്റിയോ എന്തെങ്കിലും? ഓക്കെ ജി, അപ്പോൾ അത് നമ്മൾക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടോപ്പായിട്ട് കൂടുതൽ കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന ഒരു കോളേജാണ് കൊണസ്റ്റോഗ കോളേജ് എന്ന് പറയുന്നത്. അവരെ ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ കോഴ്സ് തന്നെയാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ 1-2 കോഴ്സസ് ഒന്ന് മെൻഷൻ ചെയ്യാമോ? റിസൾട്ട് കഴിഞ്ഞ് നിൽക്കുന്ന +2 കഴിഞ്ഞ പിള്ളേർക്ക് ഒരു ഉപകാരം. കൊണസ്റ്റോഗ കോളേജിൽ കരിയർ ഫോക്കസ്ഡ് പ്രോഗ്രാംസ് കുറേ ഉണ്ട്. അതായത് അവർ ഫോക്കസ് ചെയ്യുന്നത് ഒരു 200ഓളം കരിയർ ഫോക്കസ്ഡ് പ്രോഗ്രാംസ് അവർക്ക് വെറൈറ്റി ഓഫ് കോഴ്സസിലുണ്ട്. അതിൽ കുറച്ച് കോഴ്സസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് വൺ 3D കമ്പ്യൂട്ടർ ആനിമേഷൻ വരുന്നുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബിസിനസ് മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് ബിൽഡിംഗ് സിസ്റ്റം, അഡ്വാൻസ്ഡ് CNC മാനുഫാക്ചറിംഗ്, അഡ്വാൻസ്ഡ് Police Studies, Agri-Based Business Management, Applied Energy Management, Business Analytics, Clinical Research and Cloud Data Management.
ഓക്കെ ചിന്നു, അതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വിദേശത്തെ കോളേജുകളിലൊക്കെ എസ്പെഷ്യലി കാനഡയിലൊക്കെയുള്ള പല കോളേജുകളിലും പഠിക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സ്ട്രോങ് ആയിട്ടുള്ള റിയൽ ഇൻഡസ്ട്രി കണക്ഷൻസ് ആണ്. ഇപ്പോൾ നമ്മളുടെ കോളേജുകളിലൊക്കെ നമുക്ക് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ MNCകളും അങ്ങനെ പല കമ്പനികളും നമ്മളുടെ കോളേജിൽ വന്നിട്ട് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുകയോ വർക്ക്ഷോപ്സ് ഓർഗനൈസ് ചെയ്യുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ യൂഷ്വലി കാണാറില്ല. എന്നാൽ വിദേശ രാജ്യത്തെ പല കോളേജുകളിലും ഒരു ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ തന്നെ അവരുടെ സിലബസും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പല വലിയ വലിയ കമ്പനികൾ അവരുടെ കോളേജിൽ വരികയും ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുമ്പോൾ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് അതിന്റെ ആക്ച്വൽ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. ഈ സ്റ്റുഡൻസിന് ഡയറക്റ്റ് ഈ കമ്പനികളുടെ ആളുകളുമായിട്ട് പോയിന്റ് ഓഫ് കോണ്ടാക്ട് പേഴ്സൺസുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവരുടെ ഇടയിലുള്ള ഒരു നോളജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ പെർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്ട്രോങ് ഇൻഡസ്ട്രി കണക്ഷൻസ് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും മിസ് ചെയ്യുന്നത് ലാക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കാര്യമാണത്. ഇനി അത് മാത്രമല്ല, നമ്മളുടെ നാട്ടിൽ കിട്ടാത്ത, നമ്മളുടെ കോളേജുകളിൽ കിട്ടാത്ത പല മോഡേൺ ഫെസിലിറ്റീസും പലപ്പോഴും വിദേശ വിദ്യാഭ്യാസത്തിന് കിട്ടാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ കേട്ടിരിക്കുന്ന കാര്യം. അതായത് മോഡേൺ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ പൊതുവെ ഫോറിൻ കൺട്രീസിൽ വരുന്ന എഡ്യൂക്കേഷൻ എപ്പോഴും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആയിരിക്കും. സ്റ്റുഡൻസിന്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പൊതുവെ കൂടുതലായതുകൊണ്ട് പൊതുവെ കൂടുതലായിരിക്കും. അതിലൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫുള്ളി എക്വിപ്ഡ് മോഡേൺ ലാബ്സ് ഉണ്ടാവും, കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് ഉണ്ടാവും, വെൽനസ് സെന്റേഴ്സ് ഉണ്ടാവും, മോഡേൺ ലൈബ്രറീസ് ഉണ്ടാവും, ക്ലാസ് റൂംസ് ഉണ്ടാവും, ലാർജ് ഡൈനിങ് ഏരിയ ഉണ്ടാവും, ഓഡിറ്റോറിയം ഉണ്ടാവും, സ്റ്റുഡന്റ് ആക്ടിവിറ്റി ഏരിയ ഉണ്ടാവും. ഓക്കെ, അതുപോലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഇപ്പൊ നമുക്ക് തോന്നാം, ഇപ്പൊ നിതിൻ പറഞ്ഞതുപോലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നമ്മുടെ രാജ്യത്തും ഇല്ല എന്നുള്ളത്. എന്നാൽ നമ്മളുടെ രാജ്യത്ത് ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷേ നമ്മളുടെ രാജ്യത്ത് ഉള്ളതിനേക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആയിരിക്കും ഈ പറയുന്ന ഫംഗ്ഷനാലിറ്റീസിൽ അല്ലെങ്കിൽ ഫെസിലിറ്റീസിലെല്ലാം അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. ആക്ച്വൽ റീസൺ അതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഒരു ഫോറിൻ എഡ്യൂക്കേഷനിലൂടെ കിട്ടുന്നത് നമുക്കൊരു ഇന്റർനാഷണലി ഒരുപാട് സ്റ്റുഡൻസ്, ഒരുപാട് കൾച്ചർ, പല കുട്ടികളും പല പല രാജ്യത്തു നിന്നായിരിക്കും വന്നിരിക്കുന്നത്. അവരുടെ കൾച്ചറിന്റെ ഒരു ബ്ലെൻഡ്, ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഓരോ സ്റ്റുഡൻസിനും അവരുടെ കരിയർ ഗ്രോത്തിലാണെങ്കിലും പേഴ്സണൽ ഗ്രോത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പലപ്പോഴും പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ മുമ്പ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഒക്കെ ഒട്ടും അഫോർഡബിൾ അല്ല, ഭയങ്കര കോസ്റ്റ്ലി ആണെന്നൊക്കെ. എന്നാൽ ഇന്ന് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ എയ്ഡുകളും ഫിനാൻഷ്യൽ സപ്പോർട്ടുകളും ഒക്കെ പല യൂണിവേഴ്സിറ്റികൾ ഡയറക്ട്ലി ഒക്കെ സ്റ്റുഡൻസിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കാനേഡിയൻ എഡ്യൂക്കേഷൻ ഒരു അഫോർഡബിൾ എഡ്യൂക്കേഷൻ ആണോ? കാനേഡിയൻ എഡ്യൂക്കേഷൻ അഫോർഡബിൾ ആണോ എന്ന് വെച്ചാൽ അതിന് രണ്ടഭിപ്രായമുണ്ട്. ഇപ്പം എല്ലായിടത്തെയും പോലെ ടോപ്പ് നോച്ച് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന വൺ ഓഫ് ദ കൺട്രിയാണ് കാനഡ. അപ്പം അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു റിസർച്ച് നടത്തുന്നത് നല്ലതായിരിക്കും. അപ്പം അങ്ങനെ നല്ല രീതിക്ക് റിസർച്ച് നടത്തുവാണെങ്കിൽ ഒരു അഫോർഡബിൾ ട്യൂഷൻ ഫീ ഉള്ളൊരു കോളേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത കണക്ക് കോൺസ്റ്റോൾ ആ തരത്തിലൊരു കോളേജാണ്. നമുക്ക് ഇന്ന് നമ്മൾ സംസാരിച്ചതിൽ നിന്ന് കുറെ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ കാനഡ പോലൊരു രാജ്യം ഒരു ഫോറിൻ സ്റ്റഡിക്ക് വേണ്ടി നോക്കുമ്പോൾ ചൂസ് ചെയ്യണം എന്നുള്ളത്, അത് അഫോർഡബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്, എന്തൊക്കെ പെർക്സ് ആണ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഒരു സ്റ്റുഡൻസിന് കിട്ടുന്നത് എന്നുള്ളത്, എന്തൊക്കെ എക്സ്പോഷർ ആണ് നമ്മളവിടെ വിദ്യാഭ്യാസം നേടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഈ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്തത് ചിന്നു ഉണ്ട്, ഇവിടെ അക്ഷയ് ഉണ്ട്, നിതിൻ ഉണ്ട്, അജയ് ഉണ്ട്. അങ്ങനെ എല്ലാവരും അവരവർക്ക് പേഴ്സണലിയും അവര് സ്റ്റഡി ചെയ്തതിൽ നിന്നും റിസർച്ച് ചെയ്തതിൽ നിന്നൊക്കെ അറിഞ്ഞ ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഇവിടെ ഷെയർ ചെയ്തത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിവേ, നിങ്ങൾക്ക് വളരെ ഫീസിബിൾ ആയിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഒരു സ്ഥാപനമാണ് ചോയ്സ് ഇന്റർനാഷണൽ. നിങ്ങൾക്ക് വിദേശ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അത് ഏത് രാജ്യവും ആയിക്കൊള്ളട്ടെ, കാനഡയോ UK യോ ഏത് രാജ്യമാണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഉറപ്പായും ചോയ്സ് ഇന്റർനാഷണൽ വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയുമെന്നുള്ളതിൽ നമ്മൾക്കിവിടെ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത ആർക്കും ഒരു ഡൗട്ടില്ല. എനിവേ, താങ്ക് യു സോ മച്ച്. വി ആർ റാപ്പിംഗ് അപ്പ്.